ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് നമുക്ക് നേരത്തെ വലിയ ക്ലാസ്സിലവർക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് 3rd A തൊട്ട് 3rd B 4th B എടുക്കാന്ന് തോന്നുന്നു. 4th B. അപ്പം അതാണ് ഇന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പം ഇത്ര എനിക്ക് എക്സൈറ്റഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫോട്ടോ എടുപ്പിന് പോയിട്ടില്ല. നമ്മൾ അന്ന് ബമ്പർ ചിരിയിലായിരുന്നു. അന്ന് എനിക്ക് ഫോട്ടോ എടുപ്പിന് പോകാൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് സ്റ്റാൻഡേർഡിലും എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ പോകാൻ പോവാണ്. അതാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളുടെ തല വെട്ടിയിട്ട് എൻ്റെ തല ഒട്ടിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂൾ ഫോട്ടോയിൽ ഇല്ലായിരുന്നു. ഈ വർഷം ഞാൻ സ്കൂൾ ഫോട്ടോയിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. ആരും അതിന് നമുക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഞാൻ എപ്പോഴും ക്യാമറയെ നോക്കിയല്ല സംസാരിക്കുന്നത്. ഞാനിപ്പോഴാണ് ക്യാമറയെ നോക്കുന്നത്. ഇത്രയും നേരം ഈ സ്ക്രീൻ കാണിക്കുന്ന എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കണ്ട, ഇപ്പം ഞാൻ നിങ്ങളെല്ലാം നോക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ നോക്കുന്നത്. ഇത് ഉറപ്പല്ലേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് SUPW ഉണ്ട്. 2 SUPW അടുപ്പിച്ചാണ്. എന്താണെന്ന് ഒരു ഐഡിയില്ല. നമുക്ക് ഫുൾ വീക്കിൽ നമുക്ക് നമുക്ക് ഇന്ന് ഫോട്ടോ എടുപ്പ് അറിഞ്ഞുകൊണ്ട് ചിലപ്പോഴേ കാണുള്ളൂ. കാരണം കുറച്ച് നമുക്ക് മലയാളം ടെസ്റ്റ് ഉണ്ട്. എല്ലാം പഠിച്ച ഞാൻ ആ വീഡിയോ എടുത്ത എപ്പോഴാന്ന് അറിയാം നിങ്ങൾക്ക്? ഞാൻ വീഡിയോ എടുത്ത 12:45 സാധനം തന്നെ 12:15. 12:15 ഞാൻ ആ വീഡിയോ എടുത്തത്. അയ്യോ, ഞാൻ പക്ഷെ അമ്മാമ്മയ്ക്ക് കൂട്ടിരുന്നു കഴിച്ചു. അമ്മാമ്മയ്ക്ക് പബ്ലിക് സ്കൂളിൽ ആനുവൽ ഡേയുടെ ഇതൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മാമ്മയ്ക്ക് അമ്മമ്മ വെട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൂട്ടിയിരുന്നു. പേരൊക്കെ നോക്കിക്കൊടുത്ത് ഹോംവർക്ക് എഴുതി. ഹോംവർക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതി തീർത്തിട്ടു. ഞാൻ മാർക്സ് അമ്മ എഴുതി തന്ന്, ക്വസ്റ്റ്യൻ ഇട്ടത് ഞാൻ ആൻസർ എഴുതി. പിന്നെ മറ്റേ EVS ന്യൂ വേർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് മാത്രമേ എഴുതിയുള്ളൂ. എൻ്റെ കയ്യിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് പേടിയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വൈകിട്ട് എപ്പോഴാണ് വിളിക്കാൻ വരണ്ടേ മോനെ? ഒത്തിരി കളി കൂടുതലാണ് സ്കൂളിൽ വൈകുന്നേരം. അത് ഫ്രണ്ട്സ്, സ്കൂള് വിട്ടിട്ട് സ്കൂളിൻ്റെ അകത്ത് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ. എനിക്ക് ഫ്രണ്ട് ഇരിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വാതിൽ തുറന്നപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല, മതിലായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നു. എനിക്ക് നേരെ കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് മലക്കാട് ഒരു സ്കൂളിൽ ആനുവൽ ഡേയുടെ ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിനും പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പം വീട്ടിലേക്ക് പോകണം. നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ കുളിച്ച് ഫ്രഷായി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഫംഗ്ഷന് പോകാൻ വേണ്ടി പോകണം. കാറിലാണ് പോകുന്നത് കേട്ടോ. വെല്ലിച്ചനുണ്ട്, അമ്മാമ്മ ഇല്ല. അമ്മാമ്മ കടയിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മാമ്മ ഇല്ല, വെല്ലിച്ചനുണ്ട്. അപ്പം ഇന്ന് മലയാളം ടെസ്റ്റ് പേപ്പറായിരുന്നു കേട്ടോ. മലയാളം ടെസ്റ്റ് പേപ്പറിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അവിടെ എത്തിയിട്ടാണ്. അത് കഴിഞ്ഞത് പോകുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്കൂളിലെത്തി. ഇതേ മെമ്മോസിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ടീച്ചേഴ്സാണ് സ്കൂളിലെ. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു പ്രോഗ്രാം. എന്നിട്ട് ടീച്ചേഴ്സ് മെമ്മോസിനകത്തേക്ക് കൊണ്ടുപോയി. നല്ല രസമുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. ചെറിയ മക്കളായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് പോയി കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതേ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ടായി. അപ്പം നമ്മുടെ കളക്ടറും ഉണ്ടായിരുന്നു. സാറും
പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവരൊക്കെയാണ് അവിടെ സ്റ്റേജിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ വെൽക്കം ചെയ്യുന്ന ചടങ്ങായിരുന്നു. നല്ല രസമായിട്ട് പോയി പ്രോഗ്രാംസൊക്കെ. ചെറിയ കുട്ടികളുടേതായതുകൊണ്ട് എടുത്ത് പറയണ്ടല്ലോ. മിമ്മൂസിന് ഇത് അടുത്തത് പൂ കൊണ്ട് കൊടുക്കാനായിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. സ്കൂളിലെ NCCയിലുള്ള പയ്യൻസാണ് ഈ സ്വാഗതത്തിന് പൂക്കളൊക്കെ കൊടുക്കാനായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് മിമ്മു പൂവൊക്കെ വാങ്ങി. മിമ്മൂസിന് അത് എവിടെ വെക്കണം എന്നറിയത്തില്ലായിരുന്നു. അവിടെ ഇരുന്ന് പുള്ളിക്കാരി വാങ്ങിച്ച് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് ഉദ്ഘാടനത്തിലേക്കായി. അപ്പം കളക്ടറും പിന്നെ മറ്റ് PTA അംഗങ്ങളും മിമ്മൂസും എല്ലാവരും കൂടി ചേർന്ന് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പിന്നെ അതുപോലെ അവിടുത്തെ വാർഷികം ആനുവൽ ഡേയും ആയിരുന്നു അന്ന് സെലിബ്രേറ്റ് ചെയ്തത്. 2 ദിവസമായിട്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു. അതായത് തലേ ദിവസം പൂർവ്വ വിദ്യാർത്ഥികളുടെ പെർഫോമൻസസും പിന്നെ അതുപോലെ പിറ്റേ ദിവസം സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാംസുമായിട്ടാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും സ്പീച്ചസൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇതേ നമ്മുടെ മിമ്മൂസ് സംസാരിക്കാനെത്തി. അപ്പോൾ നമ്മുടെ കളക്ടർ നേരത്തെ മറ്റൊരു പ്രോഗ്രാമിന് പോകാനുള്ളതുകൊണ്ട് സാറ് പെട്ടെന്ന് ഇറങ്ങി. അപ്പോഴേക്കും അവിടുത്തെ അധ്യാപകരെയൊക്കെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് മിമ്മൂസിനോട് എന്തൊക്കെയോ പറഞ്ഞ് ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കളക്ടർ പോയി. അതിനുശേഷം മറ്റുള്ള അധ്യാപകരുടെയൊക്കെ സ്പീച്ചസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്നതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആദർശ് സാറ്. എല്ലാവർക്കും ഒരുപാട് പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പഞ്ചായത്ത് UP സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സാറാണത്. അത് കഴിഞ്ഞത് അവിടുത്തെ ടീച്ചേഴ്സ് പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഓരോരോ ഗവൺമെൻറ് ഓഫീസസിൽ വർക്ക് ചെയ്യുന്ന അധ്യാപികയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ മിമ്മൂസിനെ പിടിച്ചിരുത്തി ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് സമ്മാനദാന ചടങ്ങായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ കലോത്സവങ്ങളിൽ സമ്മാനം കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ സമ്മാനം കൊടുത്തു സ്കൂളിൽ നിന്ന്. അത് കഴിഞ്ഞ് മിമ്മൂസിനോട് എന്തെങ്കിലും ഒരു പാട്ടോ ഡാൻസോ ചെയ്യുമോ ചോദിച്ചപ്പോൾ മിമ്മു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. കുറച്ചേ കളിച്ചുള്ളൂ. പക്ഷേ പാട്ട് ഇപ്പോൾ സ്റ്റെപ്പ് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ കോപ്പിറൈറ്റുള്ള മ്യൂസിക് ആയതുകൊണ്ടാണ് സോങ് ഇവിടെ ആഡ് ചെയ്യാത്തത്. മിമ്മൂസ് പെട്ടെന്ന് കളിച്ച് താങ്ക് യു പറഞ്ഞ സ്ഥലം വിട്ടു. കുറച്ച് കളിച്ചുള്ളൂ. പക്ഷേ എനിക്കിഷ്ടമായി. പിന്നെ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞു മിമ്മൂസ് നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഷേക്കാൻ്റെയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം പ്രോഗ്രാംസ് പിന്നെ അവിടുത്തെ മറ്റുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഇറങ്ങി. എന്നാലും 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. എല്ലാം അവിടുത്തെ തുടക്കമുള്ള പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരുപാട് മിമ്മൂസിൻ്റെ കുട്ടി ഫാൻസാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇപ്പോഴും ബമ്പർച്ചിരിയിലെ പെർഫോമൻസസിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾ പറഞ്ഞു. മിമ്മൂസിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡപ്പിനെ കുറിച്ച് പറഞ്ഞു. ഐസ്ക്രീമായിട്ട് വന്നതിനെക്കുറിച്ചും മണിമുത്ത് സീരിയലിനെ കുറിച്ച് പറഞ്ഞു. മണിമുത്തിലെ വില്ലത്തി ഇത്രയും പാവാണോ എന്ന് ചോദിച്ച കുട്ടികളുണ്ട്. മിമ്മൂസ് ശരിക്കും മണിമുത്തിൽ കാണുന്ന പോലെയല്ല കേട്ടോ. മിമ്മൂസ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. വഴക്കടിയ ബഹളം ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് മിമ്മൂസ്. പിന്നെ ഞാൻ അങ്ങോട്ട് വഴക്കടിക്കുന്നെങ്കിലേ ഉള്ളൂ മിമ്മൂസിനോട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ